ഉസൂൽ ഫിഖ് എന്ന വിജ്ഞാനശാഖയാക്കി കൊണ്ടുവന്ന ആള് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. പിന്നെ വന്നവരൊക്കെ ആ വഴി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കൽപ്പനാക്രിയ, ഒരു വിലക്ക്, ഇതൊക്കെ എന്തിനെ കുറിക്കും? ഇപ്പോൾ ഒരു കൽപ്പനാക്രിയ വന്നു ഖുർആനിൽ, ഇലാ നൂദിൽ ഇസ്ലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ യാ അയ്യുഹല്ലദീന ആമനൂ ഇലാ നൂദിൽ ഇസ്സലാ, സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കാൻ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ, ഫസ്ഔ, അത് അമ്രാണ്, കൽപ്പനയാണ്, നിങ്ങൾ വേഗത്തിൽ പോകുവീൻ, ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് പോകുവീൻ, വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുവീൻ, അത് മറ്റൊരു അമ്രാണ്. ദറു, ഇസ്ഔ, രണ്ടമ്ര വന്നു. ഒന്ന് ഇസ്ഔ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. രണ്ടാമത്തെ അമ്ര ദറു, നിങ്ങൾ ഉപേക്ഷിക്കുവീൻ. എന്തുപേക്ഷിക്കുവീൻ? അൽ ബൈഅ, കച്ചവടം ഉപേക്ഷിക്കുവീൻ. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി, അത് മൂന്നാമത്തെ അമ്രാണ്. ഇൻതശിറൂ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ, ഫന്തശിറൂ, നിങ്ങൾ വ്യാപിക്കുവീൻ, ഫിൽ അർളി, ഭൂമിയിൽ, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടുവീൻ, നാലാമത്തെ അമ്രാണ്. രണ്ടായത്തിലായി 4 അമ്ര വന്നു. രണ്ടായത്തിൽ 4 കൽപ്പനാക്രിയ. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ വേഗത്തിൽ പോകുവീൻ. ജുമുഅക്ക് പോകൽ നിർബന്ധമാണോ? ജുമുഅക്ക് പോകൽ നിർബന്ധമാണോ? നിർബന്ധമാണ്. തെളിവ് ഈ ആയത്ത്, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കുവീൻ. വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ട് പിന്നെയും കച്ചവടം ചെയ്യാൻ പറ്റുമോ? പറ്റൂല, കച്ചവടം ഒഴിവാക്കണം. അപ്പൊ കച്ചവടം നടത്തിയാലോ ഹറാമായി. തെളിവ് എന്താണ്? ഈ ആയത്ത് പറഞ്ഞുതരാം. പിന്നെ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നിസ്കാരം കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർളി, ഭൂമിയിൽ വ്യാപിക്കുവീൻ, അത് നിർബന്ധമാണോ? ജുമുഅ കഴിഞ്ഞാൽ പിന്നെ പള്ളിക്ക് ഇരിക്കാൻ പാടില്ല, പിന്നെ ഉടനെ പൊയ്ക്കൊള്ളണം എന്നുണ്ടോ? അത് കൽപ്പനക്രിയയാണല്ലോ, അതും കൽപ്പനക്രിയയാണ്. നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവീൻ. അപ്പോൾ ഒരുത്തം വാദിക്കാണ്, നിസ്കാരം സലാം വിട്ടതിന് പള്ളിക്ക് ഇരിക്കാൻ തന്നെ പാടില്ല, വെള്ളിയാഴ്ച പോയേ പറ്റുള്ളൂ. കൽപ്പനയാണ്. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടുവീൻ. ഏതാ ഫദ്ല്? കച്ചവടം, റിസ്ക്കിനുള്ള വഴികൾ തേടിക്കും. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പീടിക പൂട്ടാൻ പാടില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കട തുറക്കൽ നിർബന്ധമാണ്. തെളിവ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അപ്പോൾ രണ്ടായത്തിൽ 4 അമ്ര വന്നു. 4 അമ്രിനും ഒരേ ആശയമാണോ? അല്ല. 2 അമ്ര നിർബന്ധം, മറ്റ് 2 അമ്രോ നിർബന്ധമില്ല. ഹലാൽ, ജായിസ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇരിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പോയിട്ട് കച്ചവടമൊക്കെ ചെയ്യാം, കട തുറക്കാം, അതൊക്കെ ആവാം. ജുമുഅയ്ക്ക് മുമ്പ് കട തുറക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച രാവിലെ പീടിക തുറക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച രാവിലെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കുവീൻ. ഒഴിവാക്കണമെങ്കിൽ അതിന് ഉണ്ടാവണ്ടേ? കച്ചവടം അവിടെ ഒഴിവാക്കണമെങ്കിൽ അതുവരെ ഉണ്ടാവണമല്ലോ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾ ജോലി ചെയ്യണം എന്ന് തെളിവാണ് ഈ ആയത്ത്. മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ജോലി ഒഴിവാക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ജോലി ഒഴിവാക്കും, ജൂതന്മാർ ശനിയാഴ്ച ജോലി ഒഴിവാക്കും. മുസ്ലിമീങ്ങൾക്ക് പോലെ പ്രത്യേകം ദിവസത്തിൽ ജോലി ചെയ്യാണ് വേണ്ടത്. അതിന് തെളിവാണ് ഈ ആയത്ത്. അല്ലെങ്കിൽ വദറുൽ ബൈഅ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റത് പോലെ പണിയാണ്. ഇന്ന് ജുമുഅയാണ്, ഇന്നൊരു പണിക്കും പോകാൻ പറ്റില്ല. അല്ല, ജുമുഅ പണിക്ക് പോകണം, അതാണ് തെളിവ്. ജുമുഅ കഴിഞ്ഞാലോ പിന്നെയും പോകണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അപ്പോൾ ജുമുഅക്ക് പോകണം, ജുമുഅ മുടക്കാൻ പറ്റില്ല. ജുമുഅയുടെ മുമ്പും ശേഷമൊക്കെ ജോലി ചെയ്യാം, കച്ചവടമാവാം. അല്ല, നമുക്ക് വെള്ളിയാഴ്ച ഒഴിവാക്കാം. ഞാൻ നാളെ ഒഴിവാക്കലില്ല, വെള്ളിയാഴ്ചയാണ് ഒഴിവാക്കല്. അത് വലിയ എന്തോരും ഒരു ത്യാഗമായിട്ട് പറയേണ്ടതില്ല എന്നാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞു. ഏതായാലും ഈ ഇസ്ഔ നിർബന്ധമാണ്, ദറു നിർബന്ധമാണ്. എന്നാൽ ഇൻതശിറു നിർബന്ധമില്ല, അനുവദനീയമാണ്. വബ്തഗൂ അനുവദനീയമാണ്. ജായിസ്, അനുവദനീയം. അപ്പോൾ 2 ജായിസ്, 2 നിർബന്ധം. എന്നാൽ ഉപയോഗിച്ച ശൈലിയോ ഒരേ ശൈലി. അപ്പോൾ എന്ത് മനസ്സിലായി? ഒരു കൽപ്പനാക്രിയ വന്നുകൊണ്ട് മാത്രം ഒരു കാര്യം നിർബന്ധമാവൂല. കൽപ്പനാക്രിയ വന്നു എന്നുകൊണ്ട് മാത്രം നിർബന്ധം. അപ്പോൾ ഒരു അമ്ര കണ്ടു, അതുകൊണ്ട് ഇത് നിർബന്ധം എന്ന് പറയാൻ
വകുപ്പില്ല. അപ്പം ഇനി നോക്കേണ്ടതാണ് ഖുർആൻ എന്തെല്ലാം എത്ര അമ്രുണ്ട്. അപ്പം ആയിരക്കണക്കായ കൽപ്പനാക്കളിയ ഖുർആൻ ഉണ്ടാവും. അപ്പം ഇത് ഏതൊക്കെ അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഹദീസിൽ വന്ന അമ്ര് നിർബന്ധത്തെ കുറിക്കുമോ അതല്ല ജായിസിനെ കുറിക്കുമോ സുന്നത്തിനെ കുറിക്കുമോ? അതുണ്ടാവും. സുന്നത്ത് നബി ഞങ്ങൾ പറഞ്ഞു സൊല്ലു ഖബ്ലൽ മഗ്രിബ്, സൊല്ലു നിങ്ങൾ നിസ്കരിക്കുവീൻ, ഖബ്ലൽ മഗ്രിബി മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ. കൽപ്പനാക്രിയയാണ്. അപ്പം കൽപ്പനാക്രിയ വന്നാൽ നിർബന്ധമാണ് എന്ന് വന്നാൽ മഗ്രിബിന് മുമ്പ് നിസ്കാരം നിർബന്ധമാണെന്ന് വരും. വീണ്ടും പറഞ്ഞു സൊല്ലു ഖബ്ലൽ മഗ്രിബ്, മൂന്നാമതും പറഞ്ഞു സൊല്ലു ഖബ്ലൽ മഗ്രിബ്, നാലാമതും പറഞ്ഞു സൊല്ലു ഖബ്ലൽ മഗ്രിബ്, നാലാമത്തെ പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന നിസ്കരിച്ചോട്ടെ. അപ്പം എന്ത് മനസ്സിലായി? നിർബന്ധമില്ല. നിർബന്ധമാണെങ്കിൽ ഉദ്ദേശിക്കുന്ന നിസ്കരിക്കേണ്ട രീതിയിലോ. അപ്പം ജായിസാണോ? അല്ല, സുന്നത്താണ്. അപ്പം അവിടെ സൊല്ലു അമ്രാണ്, അമ്ര സുന്നത്തിനാണ്. അപ്പം അമ്ര വാജിബിന് വരും, അമ്ര സുന്നത്തിന് വരും, അമ്ര ജായിസിന് വരും. ചിലപ്പോൾ അമ്ര വിലക്കാനും വരും. ചെയ്യരുതെന്ന് പറയാൻ ചെയ്തോ എന്ന് പറയും. ചിലപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയാനും ചെയ്തോ എന്ന് പറയും. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയോട് അല്ലാഹു പറഞ്ഞു മുനാഫിഖുകളെ പറ്റി, മുനാഫിഖുകൾക്ക് വേണ്ടി നബി പൊറുക്കലിനെ തേടിയപ്പോൾ അല്ലാഹു പറഞ്ഞു ഇസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊള്ളുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ പൊറുക്കലിനെ തേടാതിരുന്നു കൊള്ളുക. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. ഇസ്തഗ്ഫിർ ലഹും കൽപ്പനാക്രിയയാണ്. ആ കൽപ്പനാക്രിയ ചെയ്യാനുള്ള പ്രേരണയല്ല, പിന്നെ ചെയ്തിട്ടൊരു കാര്യമില്ലാതാണ്. ഈ തേടിയാലും ശരി തേടിയില്ലെങ്കിലും ശരി അല്ലാഹു ഏതായാലും പുറത്തു കൊടുക്കൂല. അപ്പം തേടിയിട്ടൊരു കാര്യവുമില്ല എന്ന് പറയാനാണ്. കുൽ മൂതു ബിഗൈലിക്കും, ഖുർആനിലെ മറ്റൊരു പ്രയോഗമാണ്. മൂതു ബിഗൈലിക്കും, മൂതു നിങ്ങൾ മരിക്കുവീൻ, ബിഗൈലിക്കും നിങ്ങൾ കോപം കാരണം നിങ്ങൾ മരിക്കുവീൻ. അപ്പോൾ ഖുർആനോട് മരിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ പോയി മരിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്താ? അത് ഭീഷണിയാണ്. ഖുർആനെതിരെ, ഇസ്ലാമിനെതിരെ, നബിക്കെതിരെ ശത്രുത വെച്ചുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ എതിർക്കാൻ ശ്രമിച്ച ജൂതന്മാരെ പറ്റി നിങ്ങൾ ആ ഈറോനടുത്ത് പോയി ചത്താലിടാന്ന്. അത് ശരിക്കും മൂത്തുകോപി കോയിലേക്കും കോഴിക്കോട് ദേശം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്നാ പോയാണ്ട് ജീവൻ ഒടുക്കിക്കോന്ന്. അത് ശരിക്കും ഓരെന്താണ്? ഭീഷണിപ്പെടുത്തലാണ്. പക്ഷെ ഉപയോഗിച്ച വാക്ക് കൽപ്പനാക്രിയയാണ്. അപ്പം കൽപ്പനാക്രിയ വന്നാൽ വ്യത്യസ്തമായ ആശയമുണ്ട്. അപ്പം ഖുർആനിൽ ഒരു കാര്യം വന്നു, ഹദീസ് ഒരു കാര്യം വന്നു, ആ ശൈലി മാത്രം നോക്കിയിട്ട് ഹറാമാണെന്നോ ഹലാലാണെന്നോ പറയാൻ പറ്റില്ല. അപ്പം ഇനി ഫഖീഹിൻ്റെ പണി എന്താണ്? ഇത് ഇവൻ്റെ വിഷയത്തിൽ ഏത് ഹദീസാണുള്ളത്? ഒരാൾ ഓൻ്റെ കുട്ടികൾ കേട്ടിട്ട് ഫഖീഹിലേക്ക് വരും, ഞാൻ അങ്ങനെ ചെയ്തു, ഇത് എന്താ വകുപ്പ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? ഫഖീഹ് ചെയ്യേണ്ട ഇനി ഇവൻ്റെ വിഷയത്തിൽ എടുക്കാൻ പറ്റുക ഹദീസ് ഏതൊക്കെയുള്ള ആയത്ത് ഏതൊക്കെ എടുക്കണം. ആ ഹദീസ് ഉപയോഗിച്ച ശൈലി ഏതാണ്? ആ ശൈലി അങ്ങനെ ഉപയോഗിച്ചാൽ നിർബന്ധമാണ് എന്നാണോ, സുന്നത്താണ് എന്നാണോ, ജായിസാണ് എന്നാണോ, അതല്ല ഹറാമാണ് എന്നാണോ എന്നൊക്കെ തപ്പിപ്പിടിച്ചിട്ട് ആ അടിസ്ഥാനത്തിൽ പറയും നീ ചെയ്തത് ഈ ഹദീസ് പ്രകാരം പാടില്ലാത്ത കാര്യമാണ്. അപ്പം ഈ ഹദീസിൽ നിന്ന് ഇങ്ങനെ പാടില്ല എന്ന് മനസ്സിലാക്കാൻ വല്ല നിയമമുണ്ടോ? നിയമമുണ്ട്. അതാണ് ഉസൂലുണ്ടാക്കിയ നിയമം. എപ്പോൾ ഒരു കൽപ്പന നിർബന്ധത്തെ കുറിക്കും, എപ്പോൾ ഒരു കൽപ്പന സുന്നത്തിനെ കുറിക്കും, എപ്പോൾ ഒരു കൽപ്പന അനുവദനീയത്തെ കുറിക്കും എന്ന നിയമമുണ്ട്. ആ നിയമത്തെ മറികടന്ന് ഇയാൾ ഗവേഷണം ചെയ്താലോ റിസൾട്ട് തെറ്റും. ഉണ്ടാക്കി വെച്ച നിയമങ്ങളൊക്കെ മറികടന്നിട്ട് ഗവേഷണം ചെയ്തു പോയാൽ സുന്നത്തല്ലാത്ത കാര്യം സുന്നത്താന്ന് പറയും, നിർബന്ധമില്ലാത്ത കാര്യം നിർബന്ധമെന്ന് പറയും, നിർബന്ധമായ കാര്യം നിർബന്ധമില്ല എന്ന് പറയും, ഹലാലായ കാര്യം ഹറാമാന്ന് പറയും, ഹറാമായ കാര്യം ഹലാലാന്ന് പറയും. അല്ലാഹുവിന്റെ ദീനിൽ കളവുണ്ടാക്കി പറയായി മാറും. വലിയ അപകടമാണ്. അപ്പോൾ ഫിഖ്ഹിൽ ചെയ്യുന്ന പണി അഫ്ആലുൽ മുക്കല്ലഫീൻ, മതനിയമങ്ങൾ ബാധകമായ ആളുകളുടെ ചെയ്തികളെപ്പറ്റിയുള്ള ചർച്ചയാണ് ഫിഖ്ഹിൽ നടക്കുക. അതിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്ത വിജ്ഞാന മേഖലയാണ് ഉസൂലുൽ ഫിഖ്. ഉസൂൽ തറയാണ്. ഒരു കെട്ടിടത്തിന് തറ ഉണ്ടാവും, ഒരു കെട്ടിടത്തിന് തറയുണ്ട്. ആ കെട്ടിടത്തിൻ്റെ തറ കെട്ടിടം ഉണ്ടായിട്ടാണ് ഉണ്ടാവുക, അതിന് മുമ്പാണ് ഉണ്ടാവുക? മുമ്പുണ്ടാവും. കെട്ടിടം എത്ര പൊന്തണമോ അതിനനുസരിച്ച് തറ ആദ്യം നമ്മൾ നിശ്ചയിക്കണം. ഇവിടെ തറ അതിലിട്ടു, പിന്നെ നമ്മൾ മുകളിൽ അങ്ങനെ ഉണ്ടാക്കുക, അത് പറ്റില്ല. എത്ര ഫ്ലോർ വേണമെന്ന് ആദ്യം ചോദിക്കും. അത് ഞാൻ പിന്നെ തീരുമാനിച്ചോളൂ, ആദ്യം തറ ഇട്ട് വരാൻ പറ്റില്ലല്ലോ. ഫ്ലോറിനനുസരിച്ച് തറ ഇവിടെ
ഉറപ്പ് കൂടുകയും കുറയുകയും ചെയ്യണം. അപ്പോൾ തറയാണ് പ്രധാനം. ഫിഖ്ഹിൻ്റെ തറയാണ് ഉസൂൽ ഫിഖ്. ആ തറമ്മലുണ്ടാക്കിയെങ്കിലേ ഫിഖ്ഹാവുള്ളൂ. തറ മൈൻഡ് ചെയ്യാതെ പോയി പഠിച്ചാൽ അത് ഫിഖ്ഹല്ല, അത് നേരെ പൊളിഞ്ഞാടി പോകാനുള്ളതാണ്. ഇതാണ് ഫിഖ്ഹിൽ നിയമങ്ങൾ വരുന്ന ഒരു ആകെ വഴി. ഖുർആനും സുന്നത്തുമാണ് എല്ലാവരുടെയും അസ്ല്. പക്ഷെ ആ ഖുർആനും സുന്നത്തിൽ നിന്നും തെളിവുകൾ മനസ്സിലാക്കുന്നിടത്ത് ഈ പറയപ്പെട്ട വശങ്ങളെല്ലാം